അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് എന്നോണം ഒരു റമദാനിൽ കൂടി ഹാജരാകാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമദാനിലൂടെ നാം നേടിയെടുക്കേണ്ടത് നമ്മുടെ പാപമോചനമാണ്, മഗ്ഫിറത്താണ്. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്താണ് പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിലൂടെ നേടിയെടുക്കാൻ നാം ശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ കാരണമായി പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയെന്ന്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. റമളാനിലൂടെ നാം നേടിയെടുക്കേണ്ടത് തഖ്വയാണ്, മഗ്ഫിറത്താണ്, നരകമോചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നപ്പോഴെല്ലാം അതിൻ്റെ പ്രതിഫലമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് മഗ്ഫിറത്താണ്, പാപമോചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല. റമളാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും അവന്റെ അടിമകളെ മോചിപ്പിക്കുമെന്ന്. റമളാനിന്റെ രാപ്പകലുകളിലൂടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ അധികരിക്കുകയും പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിന്റെ പകലിൽ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും നോമ്പ് നോറ്റാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെടുന്നതാണ് എന്ന്, അതായത് അവന് മഗ്ഫിറത്ത് കിട്ടുന്നതാണ് എന്ന്. കഴിഞ്ഞുപോയ പാപങ്ങൾ മാപ്പാക്കപ്പെടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചെറുപാപങ്ങളാണ്. ചെറുപാപങ്ങളാണ് സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹു മായ്ച്ചു കളയുക. വൻപാപങ്ങൾ മായ്ക്കപ്പെടാൻ തൗബ നിബന്ധനയാണ്, ഷർത്താ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ഏതൊരടിമ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ആ ഒരു ദിവസത്തെ നോമ്പ് കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ നരകത്തിൽ നിന്നും 70 വർഷത്തെ ദൂരത്തിലാക്കുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്നും 70 വർഷത്തെ ദൂരത്തിൽ അവനായിത്തീരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി 30 ദിവസം നോമ്പ് നോക്കുമ്പോൾ അവനും നരകവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല. അതിവിദൂരത്തായിരിക്കും നരകത്തിൽ നിന്നും അവനുണ്ടാകുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അസ്സൗമു ജുന്നത്തും മിനന്നാർ കജുന്നത്തി അഹദികും മിനൽ ഖിതാൽ. നോമ്പ് എന്നത് നരകത്തിൽ നിന്നുമുള്ള പരിചയാണ്, നിങ്ങൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പരിച പോലെ. യുദ്ധത്തിൽ നിന്നും ശത്രുവിന്റെ വെട്ടേൽക്കാതിരിക്കാൻ നിങ്ങൾ വാളിനോടൊപ്പം പരിച കരുതുന്നത് പോലെ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള പരിചയാണ് നോമ്പ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി, ഒരു മുഅ്മിനായ അടിമ റമളാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ അവന് പാപമോചനം കിട്ടുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ, ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ, തറാവീഹ് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെടുന്നതാണ് എന്ന്. അപ്പോൾ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നതിലൂടെയും നമുക്ക് മഗ്ഫിറത്ത് കിട്ടുന്നു. പകലിൽ നോമ്പ് നോക്കുന്നതിലൂടെയും രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നതിലൂടെയും നമുക്ക് പാപമോചനം കിട്ടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ, ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കുന്നതാണ് എന്ന്. ഈ ഹദീസിലൂടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്
നോമ്പ് നോറ്റാൽ, രാത്രി നിന്ന് നിസ്കരിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിൽ നിന്നുമുള്ള മഗ്ഫിറത്താണ് എന്ന. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്താണ് പ്രത്യേകമായി ആ ദിവസം ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, നീ ഈ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പാക്കുന്നവനാണ്, മാപ്പാക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണേ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മഗ്ഫിറത്തിനെ തേടാനാണ്. അതെ, റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് മഗ്ഫിറത്താണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു മായിച്ചു കളയണം, അത് അള്ളാഹു പുറത്തു തരണം. അങ്ങനെ വിശാലമായ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണം. അതിലേക്ക് ധൃതിപ്പെടാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടത്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ അള്ളാഹുവിൽ നിന്നുമുള്ള മഗ്ഫിറത്തിലേക്കും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കും ധൃതിപ്പെട്ടു വരുവീൻ. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം അത് മുത്തക്കികൾക്കുള്ളതാണ് എന്ന്. നോമ്പിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞത്, നോമ്പ് നിർബന്ധമാക്കിയത് തഖ്വ ഉണ്ടാക്കിയെടുക്കാനാണ് എന്നാണ്. നാം ആദ്യം ഓതിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മഗ്ഫിറത്ത് കിട്ടുമ്പോഴാണ് നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകുക. നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരുമ്പോഴാണ് നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ ഒരു ജീവിതം നയിക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും അവന്റെ മഗ്ഫിറത്തിലേക്കുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമളാനിലൂടെ മഗ്ഫിറത്ത് നേടാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ പകലിലുള്ള നോമ്പ് മഗ്ഫിറത്ത് കിട്ടുന്ന നോമ്പായി മാറണം. നമ്മുടെ രാത്രി നിസ്കരിക്കുന്നത്, ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നത് അള്ളാഹുവിൽ നിന്നുമുള്ള മഗ്ഫിറത്ത് കിട്ടുന്ന നിസ്കാരമായി മാറണം. നോമ്പിന്റെ ചൈതന്യങ്ങൾ കളഞ്ഞ് സുമാർ ശ്രദ്ധിക്കാതെ, നോമ്പിനെ ബഹുമാനിക്കാതെ, നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ജീവിതം നയിക്കുകയാണ് എങ്കിൽ ഒരിക്കലും തന്നെ മഗ്ഫിറത്ത് നേടാൻ നമുക്ക് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ'. എത്ര നോമ്പുകാരാണ്, അവരുടെ നോമ്പിലൂടെ അവർക്ക് കിട്ടുന്നത് വിശപ്പ് സഹിക്കല് മാത്രമാണ്. വറുബ്ബ ഖായിമിൻ, എത്ര നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാരാണ്, വലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ. അവൻ രാത്രി നിന്ന് നിസ്കരിക്കുന്നതിലൂടെ അവന് നേടാൻ പറ്റുന്നത് ഉറക്കമൊയ്യൽ മാത്രമാണ് എന്ന്. കാരണം നോമ്പിലൂടെ കിട്ടേണ്ടത് എന്താണോ അത് നേടാൻ അവന് സാധിച്ചിട്ടില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി വൽ ജഹ്ല ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബ. ആര് കള്ളവാക്കിനെയും കള്ളപ്രവർത്തനത്തെയും വിവരക്കേടിനെയും ഉപേക്ഷിക്കുന്നില്ലയോ, വിവരക്കേട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശറഈന് ദീനിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അതൊന്നും ആരും ഉപേക്ഷിക്കുന്നില്ലയോ, അവൻ വിശപ്പ് സഹിക്കുന്നതും താൻ സഹിക്കുന്നതും അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്ന. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യജ്ഹൽ വലാ യസ്ഖബ് വലാ യഫ്സുഖ് വലാ യുദി. ഒരാളുടെ നോമ്പിന്റെ ദിവസമായി കഴിഞ്ഞാൽ അവൻ വൃത്തികേടുകൾ പറയാൻ പാടില്ല, വൃത്തികേടുകൾ ചെയ്യാൻ പാടില്ല, അട്ടഹസിച്ച് സംസാരിക്കാൻ പാടില്ല, വിവരക്കേടുകൾ പ്രവർത്തിക്കാൻ പാടില്ല, തെമ്മാടിത്തരം പ്രവർത്തിക്കാൻ പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഫൈൻ സാബഹു അഹദുൻ ഔ ശാതമഹു ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ മറതൈൻ. ഇനി ആരെങ്കിലും നോമ്പുകാരനോട് തർക്കിക്കാനും ശണ്ട കൂടാനും വേണ്ടി വന്നാൽ അവനോട് പറയണം 2 പ്രാവശ്യം ഞാൻ നോമ്പുകാരനാണ് എന്ന്. അതേ, നോമ്പിന്റെ ചൈതന്യം ഇതിലൂടെയൊക്കെയാണ് കിട്ടുന്നത്. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആത്മസംസ്കരണമാണ്, ജീവിതത്തിന്റെ പരിവർത്തനമാണ്. അപ്പോൾ പകലിൽ നോമ്പ് നോക്കുന്നതിലൂടെയും രാത്രി ഖിയാമുൽ ലൈൽ തറാവീഹ് നിർവഹിക്കുന്നതിലൂടെയും നോമ്പിന്റെ ചൈതന്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം, കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു വഅദ ചെയ്ത മഗ്ഫിറത്ത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു തരുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമായി തീരും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാനു സുമ്മൻ സലഹ ഫലം യുഗ്ഫർ ലഹു. റമളാൻ ആഗതമാകുകയും റമളാനിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടും മഗ്ഫിറത്ത് കിട്ടാത്തവൻ തുലഞ്ഞു പോകട്ടെ എന്ന്. അതേ മുഅ്മിനീങ്ങളെ, റമളാനിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത് മഗ്ഫിറത്താണ്, പാപമോചനമാണ്. റമളാൻ 30 ദിനരാത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ട് പകൽ നോമ്പ് നോക്കാനും രാത്രി നിന്ന് നമസ്കരിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടും അള്ളാഹുവിൽ നിന്നും മഗ്ഫിറത്ത് നേടാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ നാം തുലഞ്ഞവരാണ്, നഷ്ടവാളികളാണ്. അത്തരം നിർഭാഗ്യവാന്മാരിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ. നോമ്പിലൂടെ, രാത്രി നിസ്കാരത്തിലൂടെ അള്ളാഹു വാദാ ചെയ്ത മഗ്ഫിറത്ത് നേടി അള്ളാഹു മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.